റാപ്പർ വേഡിനെ അറസ്റ്റ് ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ജാതീയമായി അവഹേളിച്ചെന്നാരോപിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ പോലീസിൽ പരാതി. ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ കെ മാധവനെതിരെ രാമൻ ബിനീഷ് കൊടുങ്ങല്ലൂർ എന്നയാളാണ് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശിയും കവിയുമായ കെ എ ബിനീഷാണ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ കെ മാധവൻ, ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ എന്നിവരാണ് എതിർകക്ഷികൾ. റിപ്പോർട്ടർ ടി.വി ചാനൽ എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനെ പരാതിയിൽ കക്ഷിയാക്കിയിട്ടുണ്ട്. പരാതിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഞാൻ മേപ്പടി വിലാസത്തിൽ സ്ഥിരതാമസക്കാരനും പട്ടികജാതി വേട്ടുവ വിഭാഗ അംഗവുമാണ്. 2025 ഏപ്രിൽ 23 കേരളത്തിലെ പ്രശസ്ത റാപ്പ് ഗായകൻ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹരിദാസ് മുരളി എന്നയാളെ കഞ്ചാവ് കൈവശം വെച്ചതിനും മറ്റുമായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആയതിന്റെ നടപടിക്രമങ്ങൾ തുടരുകയുമാണ്. എന്നാൽ പോലീസ് നിലനിൽക്കുന്ന ചട്ടങ്ങളുമായി മുന്നോട്ട് പോകവേ കേരളത്തിലെ ചില സ്വകാര്യ ചാനലുകൾ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹരിദാസ് മുരളി ടിയാൻ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വ്യക്തി എന്ന് തിരിച്ചറിഞ്ഞ് ടിയാനെ പൊതുസമൂഹത്തിൽ മനഃപൂർവ്വം ജാതീയമായി അവഹേളിച്ചു വരികയാണ്. ഇത് 1989 SC/ST അതിക്രമ തടയൽ നിയമപ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമാണ്. വേടൻ എന്ന പേരിൽ വിദേശത്തും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തും റാപ്പ് മ്യൂസിക് നടത്തി വരുന്നു എന്നുള്ളതും ജനങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങൾക്കും വ്യക്തമായ അറിവും ധാരണയുമുള്ളതാണ്. ഇക്കാര്യം അറിഞ്ഞിട്ടും കേരളത്തിലെ ഒരു സ്വകാര്യ ചാനലായ ഏഷ്യാനെറ്റ് തങ്ങളുടെ തത്സമയ വാർത്താ സംപ്രേഷണത്തിൽ മേപ്പടി വേടന്റെ പ്രശസ്തവും ജനങ്ങൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നതുമായ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വരിയെ ചുവട് പിടിച്ച് വേടന്റെ ചിത്രം പ്രദർശിപ്പിച്ച് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന ടൈറ്റിൽ വിശേഷണം പ്രദർശിപ്പിച്ചുകൊണ്ട് മേപ്പടി ഗായകനെ അവഹേളിച്ചെന്നതും ആയതുവഴി പൊതുസമൂഹത്തിൽ ജാതീയമായി അവഹേളിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. 1989 SC/ST അതിക്രമം തടയൽ നിയമം വകുപ്പ് സെക്ഷൻ 3(6) പ്രകാരവും 1T ആക്ട് BNS പ്രകാരവും കുറ്റകരവും ശിക്ഷാർഹവുമാണ് എന്നിരിക്കെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾ അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കുറ്റാരോപിതനായ SC വിഭാഗത്തിൽപ്പെടുന്ന പ്രശസ്തനായ വ്യക്തിയെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത് നിയമവിരുദ്ധവും ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനവുമാണ്. പട്ടിക വിഭാഗത്തിന്റെ സാംസ്കാരിക ഉയർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നതും ടി വിഭാഗത്തിന്റെ പൊതു സ്വത്തുമായ വ്യക്തിയെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലൂടെ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന അവഹേളന പ്രയോഗം ഞാൻ ഉൾപ്പെടുന്ന പട്ടിക വിഭാഗത്തിന് ജാതീയമായ അവഹേളനം അനുഭവപ്പെടുന്നതും മാനസിക വ്യഥയും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. റിപ്പോർട്ടർ ന്യൂസ് ചാനലിന്റെ ചീഫ് എഡിറ്റർമാരിൽ ഒരാളാണ് മൂന്നാം കക്ഷി. ഏഷ്യാനെറ്റ് വാർത്താ ചാനലിന്റെ അവഹേളന ക്യാപ്ഷനെ പരസ്യമായി ടിയാന്റെ വാർത്താ ചാനലിൽ ക്യാപ്ഷനായി വിമർശിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ടി എതിർകക്ഷികൾക്കെതിരെ യാതൊരു നടപടികളും ആവശ്യപ്പെടുന്നില്ല. കേസിന്റെ ആവശ്യപ്രകാരമാണ് ടിയാനെ കക്ഷി ചേർത്തിട്ടുള്ളത്. ആയതുകൊണ്ട് അങ്ങയുടെ സമക്ഷത്തിൽ വേടൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതും ഹരിദാസ് മുരളി എന്ന റാപ്പ് ഗായകനെ സ്വകാര്യ ചാനലായ ഏഷ്യാനെറ്റ് വാർത്താ ചാനലിലൂടെ ജാതീയ അധിക്ഷേപം നടത്തിയതിൽ 1989 SC/ST ആക്ട് സെക്ഷൻ 3(6) പ്രകാരവും IT ആക്ട് BNS പ്രകാരവും കേസെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇക്കാര്യം അറിഞ്ഞിട്ടും കേരളത്തിലെ ഒരു സ്വകാര്യ ചാനലായ ഏഷ്യാനെറ്റ് തങ്ങളുടെ തത്സമയ വാർത്താ സംപ്രേഷണത്തിൽ മേപ്പടി വേടന്റെ പ്രശസ്തവും ജനങ്ങൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നതുമായ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വരിയെ ചുവടുപിടിച്ച് വേടന്റെ ചിത്രം പ്രദർശിപ്പിച്ച് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന ടൈറ്റിൽ വിശേഷണം പ്രദർശിപ്പിച്ചുകൊണ്ട് മേപ്പടി ഗായകനെ അവഹേളിച്ചിട്ടുള്ളതും ആയതുവഴി പൊതുസമൂഹത്തിൽ ജാതീയമായി അവഹേളിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. 1989 SC/ST അതിക്രമം തടയൽ നിയമപ്രകാരം സെക്ഷൻ 3(6) പ്രകാരവും IT ആക്ട് BNS പ്രകാരവും കുറ്റകരവും ശിക്ഷാർഹവുമാണ് എന്നിരിക്കെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾ അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കുറ്റാരോപിതനായ SC വിഭാഗത്തിൽപ്പെടുന്ന പ്രശസ്തനായ വ്യക്തിയെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നത് നിയമവിരുദ്ധവും ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനവുമാണ്.